ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം 250 ഗ്രാം ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച് സബോള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലേൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ കട്ട്ലേറ്റ് നിറയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ കൈകൊണ്ട് ചെറുതാക്കി പരത്തി കൊടുക്കാം. ഇനി അത് മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം എണ്ണ തന്നെ വേണം, കാരണം കട്ട്ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.